അരുൺ, ഈ ലോറിയുടെ ഉടമ മനാഫ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും അവിടെ ഉണ്ടോ? ഇത് അർജുന്റെ ലോറിയുടേതാണോ എന്നത് അവരാണല്ലോ സ്ഥിരീകരിക്കേണ്ടത്. അരുൺ, ഉന്മേഷ്, മനാഫ് ഇവിടെ ഉണ്ട്. ഒരുപക്ഷെ മനാഫിനെ ആ ഡ്രഡ്ജറിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമായിരിക്കും ഇനി നടത്തുക. അവിടെ എത്തിയതിനു ശേഷം അത് ആ ഉപകരണം, അതായത് ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിട്ടുള്ള ഭാഗം അത് ഏത് ലോറിയുടേതാണ്, അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേതാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയായിരിക്കും ഇനി ഉണ്ടാവുക. മനാഫിനെ അങ്ങോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മനാഫ് നിലവിൽ ഇപ്പോൾ കരയിലാണുള്ളത്. ഈ ഡ്രഡ്ജിങ് കമ്പനിയുടെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയാണ് നിലവിൽ അവിടെയുള്ളത്. അവരുടെ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുണ്ട്. അവർ കണ്ടെത്തിയിട്ടുള്ള ആ ഭാഗം അല്പസമയത്തിനകം അതിലൊരു സ്ഥിരീകരണം എന്തായാലും ഉണ്ടാകും. അത് ലോറിയുടെ ഭാഗമാണെന്ന കാര്യത്തിൽ സംശയമില്ല, അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് ലോറിയുടെ ഭാഗമാണെന്ന കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടതുള്ളത്. ഇന്നലെ ഈ മറ്റൊരു ക്യാബിൻ കണ്ടിരുന്നു, അതായത് ഒരു ലോറിയുടെ ഒരു ക്യാബിൻ്റെ ഭാഗങ്ങൾ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ 2 ടയറുകളും കണ്ടെത്തിയിരുന്നു. ആ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 10-20 മീറ്റർ മാത്രം അകലെയാണ് ഈ നിലവിൽ ഇപ്പോൾ ഈ ലോറിയുടെ ഭാഗം കൂടി കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്നലെ കണ്ടെത്തിയത് അർജുൻ്റെ ലോറിയുടേതല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ കണ്ടെത്തിയത് ടാങ്കർ ലോറിയുടേതാണ്. അപ്പോൾ ഈ ഭാഗവും ടാങ്കർ ലോറിയുടേതാണോ എന്ന സംശയമുണ്ട്. അതിലാണ് ഒരു വ്യക്തത വരുത്തേണ്ടത്, ഒരു സ്ഥിരീകരണം വരുത്തുകയും ചെയ്യേണ്ടത്. അരുൺ പൂപ്പറമ്പയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശിരൂർ ദൗത്യം പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഏത് ലോറിയുടേതാണ് എന്നത് അറിയേണ്ടതുണ്ട്. ഏതായാലും അതിപ്പോൾ ബാർജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അർജുൻ ഓടിച്ച ലോറിയുടെ ഭാഗങ്ങളാണോ ഇപ്പോൾ തിരച്ചിലിനിടെ കണ്ടെത്തിയിരിക്കുന്നത് എന്നതിൽ ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ലോറിയുടെ ഉടമ മനാഫ് ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ട്. മനാഫിനെ ഇനി ബാർജിലേക്ക് എത്തിച്ച് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദൗത്യം ഇപ്പോഴും തുടരുകയാണ്. ഇന്നത്തെ തെരച്ചിലിനിടെ നേരത്തെയും ലോകഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം മരക്കഷ്ണങ്ങൾ കെട്ടിയതിന് സമീപത്ത് നിന്ന് ഇന്നും നടത്തിയ തെരച്ചിലിൽ മരക്കഷ്ണങ്ങൾ കണ്ടെത്തിയിരുന്നു. അങ്ങനെ അർജുൻ്റെ ലോറി കണ്ടെത്താനുള്ള തെരച്ചിൽ ഇപ്പോഴും സജീവമായി തന്നെ ശിരൂരിൽ പുരോഗമിക്കുകയാണ്. ചെറിയ മഴ പെയ്യുന്നുണ്ട് അവിടെ എന്നാണ് അരുൺ പൂപ്പറമ്പ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അരുൺ വീണ്ടും ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. അരുൺ, നേരത്തെ ഈ ഈശ്വർ മാൽപ്പ പറഞ്ഞൊരു വിമർശനം കൂടി ഉണ്ടായിരുന്നുവല്ലോ. ഇന്നലെ ഈശ്വർ മാൽപ്പയുടെ തെരച്ചിലാണ് ചില ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയത്. നമ്മളത് കണ്ടതാണ് തത്സമയ ദൃശ്യങ്ങളിൽ. ഇന്ന് അദ്ദേഹത്തിനെ ആ ദൗത്യത്തിന്റെ ഭാഗമാക്കുന്നില്ല എന്നുള്ള വിമർശനമടക്കം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നല്ലോ. അദ്ദേഹം ഇപ്പോൾ ഇതിൽ പങ്കാളിയാകുന്നുണ്ടോ അതോ അവിടെ നിന്ന് മാറി നിൽക്കുകയാണോ അരുൺ? ഉന്മേഷ്, ഈശ്വർ മാൽപ്പെ എന്തായാലും ഈ നാവികസേന പരിശോധനയിൽ കണ്ടെത്തിയ ഭാഗത്തല്ല ഈശ്വർ മാൽപ്പെ തെരച്ചിൽ നടത്തുന്നത്. അവിടെയല്ല, കുറച്ചുകൂടി മാറി താഴെ ഭാഗത്താണ്. അതായത് അവിടെ നിന്ന് ഏകദേശം ഒരു 50 മീറ്ററോളം മാറിയാണ് ഈശ്വർ മാൽപ്പെ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഈ നാവികസേന നടത്തിയ ഈ ഡ്രഡ്ജർ ഉള്ള ഭാഗത്തൊന്നും ഈശ്വർ മാൽപ്പയെ തെരച്ചിലിനിറങ്ങാൻ അനുവദിച്ചില്ല. അത്തരത്തിലൊരു വിമർശനം ഈശ്വർ മാൽപ്പെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ശിരൂർ ദൗത്യത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഈ ദൗത്യം നിയന്ത്രിക്കുന്ന ഒരു ഏകോപനമില്ല എന്നൊരു കാര്യം ഉണ്ട്. അർജുൻ്റെ കുടുംബവും ഉന്നയിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കാരണം എന്തെങ്കിലും ചെറിയ ഭാഗങ്ങളൊക്കെ കണ്ടെത്തുമ്പോൾ ഡ്രഡ്ജിങ് പൂർണ്ണമായി നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ നാവികസേനയുടെ അടയാളപ്പെടുത്തിയിട്ടുള്ള ആ സ്ഥലത്ത്, ആ ഇടത്ത് ഇതുവരെ ഡ്രഡ്ജിങ് നടത്തിയിട്ടില്ല, അത്തരത്തിലൊരു തെരച്ചിൽ നടത്തിയിട്ടില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അവർ അതിൽ തടസ്സമായി പറയുന്നത് അവിടെ കുറച്ചും കൂടി ജലനിരപ്പ് ഉയർന്ന നിൽക്കുകയാണ്. ഈ വേലിയേറ്റ സമയത്ത് അവിടെ നടത്താൻ, അതായത് അവരുടെ ഈ ബാർജിൽ ഘടിപ്പിച്ചിട്ടുള്ള ഹിറ്റാച്ചി ഉപയോഗിച്ച് അത്ര താഴത്തോളം മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കില്ല എന്ന കാര്യമാണ് അവർ പറയുന്നത്. പക്ഷെ അപ്പോഴും അതൊരു പ്രൈം പോയിൻ്റാണ്, അത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നേരത്തെ അർജുൻ്റെ സഹോദരി അഞ്ജു അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത് അതാണ് സ്ട്രോങ് പോയിന്റ്. നാവികസേനയുടെ സോണാർ പരിശോധന നേരത്തെ തന്നെ അർജുൻ്റെ ലോറിയുടെ ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുള്ള സ്ട്രോങ് പോയിന്റാണത്.